നേമം സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ ബാങ്ക് നടപടികൾ ഇഴയുന്നു. ബാങ്ക് മന്ദിരം ലേലം ചെയ്യണമെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും ആവശ്യമുയർത്തി നിക്ഷേപകരും രംഗത്തെത്തി. ബാങ്കിനെ വിശ്വസിച്ചവർക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്ന നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. നേമം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നതിന് കോടികൾ മുടക്കി നിർമ്മിച്ച ബാങ്ക് മന്ദിരം ലേലം ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് അംഗങ്ങളായ നിക്ഷേപകരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആവശ്യവും ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും നിക്ഷേപകർ നിവേദനം നൽകി. ചികിത്സാ ചെലവുകൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 10 ലക്ഷം രൂപ മടക്കി ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ കഴിഞ്ഞ ദിവസം ഒരു നിക്ഷേപകൻ മരണപ്പെട്ടിരുന്നു. നിക്ഷേപകരായ നിരവധി പേരുടെ ചികിത്സകളും മക്കളുടെ വിവാഹ ആവശ്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. സഹകരണ ഓഡിറ്റ് വിഭാഗം കൃത്യമായ രേഖകൾ ബാങ്കിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ഓഡിറ്റ് പൂർത്തിയാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ബാങ്കിന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ വൈകരുതെന്നും നിവേദനത്തിൽ നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.